എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സർബത്താണ്. പഴവും പാലും കൊണ്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സർബത്തും പിന്നെ പാൽ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ പഴങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സർബത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള രണ്ട് ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു പഴം സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പഴങ്ങളാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 റോബസ്റ്റ പഴമാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു റോബസ്റ്റ പഴം പോലത്തെ തന്നെ പഴമാണ്. ഇതൊരു 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ചെറുപഴമാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ആപ്പിളാണ്. ഇനി ഈ ഒരു പഴങ്ങളെല്ലാം തന്നെ നമുക്ക് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള പഴങ്ങളും ഒരു ആപ്പിളും നമുക്കൊന്ന് അരിഞ്ഞിട്ടെടുക്കാം. എല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ ഒരു പഴങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 റോബസ്റ്റ പഴം ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഒരു ചെറുപഴം കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് നമ്മളെടുത്ത ഒരു ആപ്പിളും കൂടി ഇതിലേക്ക് ചെറിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തവിയോ ഒരു സ്പൂണോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാടും ഉടഞ്ഞു പോകണ്ട കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. ആ ഒരു രീതിക്ക് നമ്മളൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു പഴങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം സബ്ജ സീഡ്സ് ആണ്. നമ്മൾ ഒരു കുലുക്കി സർബത്തിനകത്തൊക്കെ ഇടുന്ന ഒരു സീഡില്ലേ, അത് തന്നെ. അത് 1 ടേബിൾ സ്പൂണോളം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ല ഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ നറുനീണ്ടി സിറപ്പാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിത് മിക്ക കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. നല്ല തണുത്ത വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സബ്ജ സീഡ്സ് ആണെങ്കിൽ ഇതുപോലെ കണ്ടില്ല, നല്ല ഡബിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഒരു പഴങ്ങളില്ലേ, അതൊരു 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. പഴങ്ങൾ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് സബ്ജ സീഡ്സും കൂടി ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്കിതിലേക്ക് ഒരു നന്നാറി സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിതിലേക്ക് ഒരു നറുനീണ്ടി സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന ഒരു നറുനീണ്ടി സിറപ്പിൻ്റെ ഒരു കടുപ്പത്തിനനുസരിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂണോളം നറുനീണ്ടി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒരു പഴങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പിസ്ത ഇതുപോലെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്, കാണാനൊരു കുറച്ച് ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു ചെറിയ പുളി പോലെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നാരങ്ങാനീരൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരു സിറപ്പിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ കുടിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ പഴങ്ങൾ വെച്ചിട്ട് പാലൊന്നും ചേർക്കാത്ത ഈ ഒരു സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി നമുക്ക് പാലും പഴവും വെച്ചിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സർബത്തും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത പാല് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പച്ചപ്പാൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പാല് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചൂട് നല്ല പോലെ തന്നെ ആറിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. നല്ല തണുത്ത 1/2 ലിറ്റർ പാല് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പാല് ചേർത്ത് അടിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് പകുതി പഴമാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ബാക്കി പകുതി നമുക്കിതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2-3 ടീസ്പൂൺ ആ ഒരു സബ്ജ സീഡ്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇതുപോലെ നറുനീണ്ടി സിറപ്പാണ്. ആ ഒരു നറുനീണ്ടി സിറപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മധുരം നോക്കുക. മധുരം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാലും പഴവും വെച്ചിട്ടുള്ള ഈ ഒരു സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ കുടിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പഴം വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു 2 സർബത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാനും കഴിക്കാനും പറ്റിയ നല്ല 2 സർബത്താണ് കേട്ടോ. പഴം വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഒരു സർബത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.